ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന നമ്പർ 1 ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേസ്റ്റും ബ്രഷും ഒക്കെ കണ്ടിട്ടില്ലേ? എന്നാൽ ഒരു വാഹനം ഡോക്ടർമാർ പറഞ്ഞിട്ട് അതായത് നമ്മൾ നടുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ അതായത് ഡോക്ടർമാർ ഒരു എന്താ പറയുക ഒരു മെഡിസിൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക നടുവേദന കുറവായിരിക്കും, കാരണം ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആ ഒരു കമ്പനി ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലും നടത്തുന്നുണ്ട്. അത് ഏതാ വണ്ടിയെന്ന് അറിയോ? പറഞ്ഞുതരാം. ഈ കിടക്കുന്ന നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. അതെ, ഡോക്ടർമാർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു സമയത്ത് കുറച്ച് കാലം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നടുവേദന കുറയും. അതായത് ഈ വാഹനത്തിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന കുറയും. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇതാണ് എൻ്റെ മെയിൻ കാരണം. മോണോ സസ്പെൻഷൻ അഥവാ മോണോഷോക്ക് സസ്പെൻഷൻ. ഈ ഒരു സസ്പെൻഷൻ പണ്ട് മുതൽക്കേ കൊടുന്ന കാരണം തന്നെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് പിന്നത്തെ പില്ലിയൻ റൈഡറിനും അതേപോലെ തന്നെ ഫ്രണ്ടിലെ മെയിൻ റൈഡറിനും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ക്വാളിറ്റി ലെവൽ സസ്പെൻഷനാണ് മോണോഷോക്ക് സസ്പെൻഷൻ. കാരണം അതിൻ്റെ ഒരു റൈഡിങ് ബമ്പി റോഡിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിനെ പറ്റിയിട്ട് പറയുന്നത്, ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. എന്നാൽ നമുക്ക് പിന്നിൽ മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് ഇവിടെ ആക്ച്വലി വരുന്നത്. അപ്പോൾ ആ ഒരു ഇതായിരുന്നു എൻ്റെ ഒരു മെയിൻ USP. ഈ വാഹനം വിറ്റുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 162 cc അറൗണ്ട് വരുന്ന ഒരു വാഹനമാണ്. 9.7 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 14.58 Nm ഓഫ് ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഈ വീലിൻ്റെ സൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. യെസ്, അപ്പോൾ 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ABS വരുന്നുണ്ട്, പിന്നിൽ വരുന്നുണ്ട് സിംഗിൾ ചാനൽ ABS ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് 3 കളറിലാണ് വരുന്നത്. 1 വേരിയൻ്റ് ആണ് വരുന്നത്, ഒരൊറ്റ വേരിയൻറ്റിലേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 3 കളർ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. റെഡ്, ഗ്രേ, ബ്ലാക്ക്. നമ്മുടെ അടുത്തുള്ളത് ബ്ലാക്ക് ആണ്. അത്യാവശ്യം നല്ല ക്ലാസി ലുക്കാണ്. കൂടുതൽ എന്താ പറയുക ഒരു കോർപ്പറേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാഹനമാണ്. ഇപ്പോഴും യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. താങ്ക്സ് ടു ദി മോണോഷോക്ക് സസ്പെൻഷൻ. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 187 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ചുകൂടി കല്ലൊന്നും തട്ടാണ്ട് നമ്മൾ കുറച്ചൊരു ബമ്പി റോഡ് കൂടെ പോകുമ്പോൾ ബെറ്ററാണ് ഈ ഒരു വാഹനം പോകുമ്പോൾ. നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ് ആക്ച്വലി LED ലൈറ്റ്സ് ആണ് വരുന്നത്. ആണോ അല്ലേ നമുക്കൊന്ന് നോക്കാം. അതാ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതാണ് ഹൈ ബീം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 2 ചെറിയ കുഞ്ഞി ലൈറ്റ്സ് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യമഹ ഫസീന വരുന്നുണ്ട്. നമുക്ക് സൈഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു 3D ലോഗോ, ഹോണ്ടയുടെ വിങ് ലോഗോ ഉണ്ടല്ലോ, 3D ഡിസൈനിൽ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു എംബഡ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഹാലജൻ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓണാക്കിയിട്ട് കാണിച്ചത്. എന്താ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇത് നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഹോൺ നോക്കിയാലോ. നല്ല ലൗഡ് ഹോണാണ്, ഷാർപ്പല്ല, ഒരു കുറച്ച് ഇങ്ങനെ പരന്നു പോകുന്ന ടൈപ്പ് ഹോണാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണാണ് ഇതിൽ ആക്ച്വലി വരുന്നത്. നമ്മൾ ഇത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതെന്താ പട്ടിക്കുട്ടിയല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. പിന്നെ ഇതിൽ എൻജിൻ കട്ട് ഓഫ് ആക്ച്വലി വരുന്നത്. നമ്മൾ സ്റ്റാൻഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടുമ്പോൾ എൻജിൻ കട്ട് ഓഫ് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. നമുക്ക് ഇതിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചത്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് വാഹനം ഏത് ഗിയറിലാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ ചെക്ക് എൻജിൻ ലൈറ്റ്സ്, അതേപോലെ തന്നെ മൈലേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. എൻ്റെ കീ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് കീ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടർ ഈ ഏരിയയിലാണ് വരുന്നത്. നമുക്ക് ഹോണ്ടയും ടേൺ ഇൻഡിക്കേറ്റേഴ്സിനും പാസ് ലൈറ്റ്സ് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം ഈ ഏരിയയിൽ നമുക്ക് വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല വിസിബിളായൊരു മിറർ തന്നെയാണ് വരുന്നത്. അഗൈൻ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഫ്രണ്ടിൽ ചേഞ്ച് എന്ന് പറയാൻ ഒന്നുകൂടി ഷാർപ്പ് ലുക്ക് പോലെ കുറച്ച് ഡിസൈൻ ഈ ഒരു ഏരിയയിൽ ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. അഗൈൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ കിക്കർ സ്റ്റാർട്ട് നമുക്ക് വരുന്നുണ്ട്. എഞ്ചിൻ്റെ ഒരു സംഭവം ഇവിടെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻ്റെ എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഒരു സംഭവങ്ങൾ നമുക്ക് കാണാം. ബ്രേക്ക് പെഡൽ, അതുപോലെ തന്നെ കാല് ഫുട്ട് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ചെറിയൊരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതൊരു USP ആണ്, ഒരു ഹൈലൈറ്റ് ആണ്, ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഒരു കാര്യം, അഗൈൻ ഇവിടെ നമുക്ക് ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയൊരു ഫുട്ട് റെസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഹോണ്ട. അങ്ങനെ എക്സോസ്റ്റ് കാണാൻ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി പ്രീമിയം കോർപ്പറേറ്റ് ലുക്കാണ് ഈ വാഹനത്തിന് ആക്ച്വലി ഹോണ്ട കൊടുത്തിട്ടുള്ളത്. പിന്നിലേക്ക് വരികയാണെങ്കിൽ ഒരു സിഗ്നേച്ചർ ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ തന്നെയാണ്.
അല്ല അവിടെ കാര്യമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല ഹോണ്ട. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഫങ്ഷൻ ഇത് ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ബ്രേക്ക് ഇടുമ്പോൾ എങ്ങനത്തെ ലൈറ്റാണെന്ന് നോക്കാം. നമുക്ക് അപ്പോഴും ഹാലജൻ ആണ്, LED കൊടുത്തിട്ടില്ല. അഗൈൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ LED ആണ്. നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. പിന്നെ റിഫ്ലക്റ്റേഴ്സ് ഈ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അഗൈൻ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. സാരി ഗാർഡ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അഗൈൻ നമുക്ക് യൂണിക്കോണിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. അഗൈൻ ഇവിടെ മോണോ സസ്പെൻഷൻ, കാരണം ഇവരുടെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു വാഹനമായിരുന്നു. മോണോ ഷോക്ക് സസ്പെൻഷൻ ഈ വാഹനം കൊടുത്ത കാരണം തന്നെ അത്യാവശ്യം നല്ലൊരു USP ആണ് ഇതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ട്രാവലിംഗ് കംഫർട്ട് ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം തന്നെ ഇത് അത്യാവശ്യം നല്ല ലാർജസ്റ്റ് സെല്ലിംഗ് ഒരു ബൈക്ക് സെഗ്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 798 mm ആണ്. അഗൈൻ ഫ്യൂൾ ടാങ്കിൻ്റെ സൈസ് 13 ലിറ്റർ ആണ് വരുന്നുണ്ട് കേട്ടോ. അഗൈൻ 5